ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ കുട്ടികളുടെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള കുറച്ച് സേഫ്റ്റിയുടെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ ഓഡിയോ റെക്കോർഡായില്ല, രണ്ടാമത്തെ പ്രാവശ്യം ഫുള്ളായിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത്. ഞാനപ്പോൾ എന്തായാലും സ്ട്രൈറ്റ് ആയിട്ട് സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ്. രണ്ട് പ്രാവശ്യം ചെയ്തുകൊണ്ട് എന്താണ് പറയുന്നത് എനിക്ക് നല്ല വ്യക്തതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് 0 to 1 year old ബേബീസിൻ്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ പ്രോപ്സ് യൂസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം നമുക്കിതിനകത്ത് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 0 to 3 ആദ്യം നമ്മൾ എടുക്കാം. ഇത് വർഷമല്ല, 0 to 3 months ആണ്. അപ്പോൾ ഈ ഒരു പീരീഡിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഫ്ലാഷ് യൂസ് ചെയ്യരുതെന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ഫ്ലാഷ് യൂസ് ചെയ്യാം. ഫ്ലാഷ് കൊണ്ട് കുഞ്ഞിൻ്റെ കണ്ണിന് യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ഞാനത് ഒത്തിരി റിസർച്ച് ചെയ്ത് പറയുന്ന കാര്യമാണ്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങളിപ്പോൾ മാതാപിതാക്കളാണെങ്കിൽ, നോർമലി ഈ ചാനൽ കാണുന്നത് ഫോട്ടോഗ്രാഫേഴ്സാണ്. അപ്പോൾ നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ, ഞാൻ ബാംഗ്ലൂരിൽ ബേബി ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. ഏകദേശം 300ഓളം ഷൂട്ട്സ് ഞങ്ങൾ ചെയ്തു, ഞാനും എൻ്റെ ടീമും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എനിക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു പയ്യനുണ്ട്, ഏകദേശം 1 വയസ്സാകാറായ അവന് 11ാമത്തെ മാസത്തിലേക്ക് കയറുവാണ്. അപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് പിള്ളേരുമായിട്ട്, സ്വന്തം കുട്ടിയും ബാക്കിയുള്ള ആൾക്കാരുടെ കുട്ടികളുമായിട്ട് ഇഷ്ടം പോലെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സേഫ്റ്റിയുടെ കാര്യങ്ങൾ, ഒന്നാമത് ഫ്ലാഷാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഫ്ലാഷിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫ്ലാഷ് കൊടുക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾ ഓൺ ക്യാമറ ഫ്ലാഷാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഓൺ ക്യാമറ ഫ്ലാഷ്, നമ്മൾ ക്യാമറയുടെ മേളിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന ഫ്ലാഷ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാതിരിക്കുക. ചെയ്താലും നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതിനെക്കാട്ടും ബെറ്റർ നിങ്ങൾ നാച്ചുറൽ ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഫോട്ടോസ് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ക്യാമറയുടെ ഫ്ലാഷ്, നിങ്ങൾ എക്സ്റ്റേണൽ ഫ്ലാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്ലാഷ് ബൗൺസ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്യുക. ഡിഫ്യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് സോഫ്റ്റ് ബോക്സ്, എക്സ്റ്റേണൽ ലൈറ്റ് യൂസ് ചെയ്യാം. എക്സ്റ്റേണൽ സ്റ്റാൻഡ് വെച്ച് സോഫ്റ്റ് ബോക്സ് കൊണ്ട് നമുക്ക് ഡിഫ്യൂസ് ചെയ്യാം. അത് പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ സോഫ്റ്റ് ബോക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബൗൺസ് ചെയ്യാം. ഭിത്തിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് ബൗൺസ് ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു സേഫ്റ്റി കൺസേൺ എന്ന് പറഞ്ഞാൽ 0 to 3 year old ബേബിയുടെ ഫോട്ടോസ് നമ്മൾ മാക്സിമം ഇൻഡോർ എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ചിലപ്പം ഈ മരത്തിലൊക്കെ തൂക്കിയിട്ട് ഒരു റൗണ്ട് ബാസ്ക്കറ്റിനകത്തൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതവർ സ്റ്റുഡിയോയ്ക്കുള്ളിൽ തന്നെയാണ് ചെയ്യുന്നത്, സേഫ്റ്റി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് കണ്ടിട്ട് ഡയറക്റ്റ് മരത്തെ കൊണ്ട് കെട്ടി തൂക്കിയിട്ടൊക്കെ അങ്ങനെ റിസ്ക് എടുത്ത് നമ്മൾ ഫോട്ടോസ് എടുക്കാതിരിക്കുക. നല്ല വെയിൽ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത്. വെയിലില്ലാത്ത സമയത്ത് ഞാൻ വന്നത് തുടങ്ങിയതാണ്. ഓക്കെ, ഇനി നമ്മൾ ഔട്ട്ഡോർ ചെയ്യാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. 0 to 3 months old ബേബീസിൻ്റെ നമ്മൾ ഔട്ട്ഡോർ ചെയ്യാതിരിക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഞങ്ങളിതുപോലെ എൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഒരു കുഞ്ഞു കുട്ടിയെയും ആയിട്ട് പേരൻസിൻ്റെ നിർബന്ധം കാരണം ഔട്ട്ഡോർ കൊണ്ടുപോയി നമ്മൾ ഷൂട്ട് ചെയ്തു. ഒരു പാർക്കിലാണ് പോയത്. അവിടെ ഞങ്ങൾ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പാർക്കിലെ ആൾക്കാർ വന്ന് പറഞ്ഞു ഇവിടെ ഷൂട്ടൊന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പേരൻസ് അവരോട് പറഞ്ഞു, എനിക്ക് കന്നഡയൊന്നും അറിയത്തില്ലല്ലോ, പേരൻസ് അവരോട് പറഞ്ഞു ഞങ്ങൾ കുറച്ചും കൂടെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ പൊക്കോളാം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ അവിടുത്തെ എന്താ പറയുക, പാർക്ക് കീപ്പർ പോയി ഈ നമ്മൾ പാർക്കിലൊക്കെ ഈ വെള്ളം നനയ്ക്കാൻ വേണ്ടി റൗണ്ടായിട്ട് വരുന്നൊരു ഇതുണ്ടല്ലോ, സ്പ്രിങ്ക്ലർ ഓൺ ചെയ്തു പാർക്കിൽ ഫുള്ള്. അപ്പം നമ്മുടെ ഭാഗത്തെ സ്പ്രിങ്ക്ലർ ഓണായി, എല്ലാവരുടെയും ദേഹത്ത് വെള്ളം വീണു, കുട്ടിയുടെ ദേഹത്തും ചെറുതായിട്ട് വെള്ളം വീണു, പക്ഷേ വലുതായിട്ടൊന്നും വീണില്ല. പേരൻസ് പെട്ടെന്ന് തന്നെ കവർ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ഔട്ട്ഡോർ പോയാലും നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ ഈവനിങ് മോർണിംഗിലാണ് നമ്മൾ ഷൂട്ട്സൊക്കെ ചെയ്യുന്നത്. ആ ടൈമിൽ ചെയ്യുമ്പോൾ കൊതുക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഓരോ പ്രാണികളുടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ കുഞ്ഞിൻ്റെ മൂക്കിനകത്തോ കണ്ണിനകത്തോ ചെവിക്കകത്തൊക്കെ കയറും. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് മാക്സിമം 0 to 3 months 4 months ഒക്കെ വീട്ടിനുള്ളിൽ തന്നെ നിങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ ടൈമിലുള്ളൊരു ഷൂട്ടിനാണ് നമ്മൾ മാക്സിമം പ്രോപ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റാപ്പ് യൂസ് ചെയ്യാം, വുഡൻ ബാസ്ക്കറ്റോ അല്ലെങ്കിൽ വുഡൻ ബെഡോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ച് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ സൈഡിൽ പൂക്കളൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് ഇട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. ഈ സമയത്ത് കുട്ടികൾ അധികം അനങ്ങത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തൊന്നുമില്ല. എപ്പോഴും മിക്കവാറും പകുതി സമയം ഉറക്കമായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. പിന്നെ ഫ്ലവേഴ്സ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആയിരിക്കും ബെറ്റർ. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരും വിചാരിക്കും ഈ ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ചാലല്ല കുറച്ചും കൂടെ ലുക്കെന്ന് വിചാരിക്കും. പക്ഷേ സേഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഈ ഫ്ലവേഴ്സിനകത്ത് ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ചാൽ ഈ ഫ്ലവേഴ്സിനകത്ത് ഒത്തിരി പോളൻ മുതലായ കാര്യങ്ങളൊക്കെ കാണും. അപ്പം അത് കുഞ്ഞിന് അലർജി ഉണ്ടാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അലർജി കാര്യങ്ങളുണ്ടാക്കുക. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് ബെറ്റർ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4 months 5 months മുതലൊരു
6-7 മന്ത്സ് വരെ. അത് ഏറ്റവും ടഫായിട്ടുള്ള ടൈമാണ് പിള്ളേരുടെ ഫോട്ടോ എടുക്കാനുള്ളത്. ഒരിക്കലും കുഞ്ഞ് ചിലപ്പോൾ കമന്ന് വീണ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ കൈയും കാലോട്ട് അടിക്കുന്ന കുട്ടിയായിരിക്കാം, ഉറക്കം ഇച്ചിരി കൂടെ കുറവായിരിക്കാം. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാം. പക്ഷേ ബാംഗ്ലൂർ പ്രശ്നമില്ല, ഒരു 80% പ്രശ്നമില്ല. കേരളത്തിലൊക്കെ ആണെങ്കിൽ ഉറങ്ങുന്ന പിള്ളേരുടെ ഫോട്ടോ എടുക്കരുത് എന്നുള്ള ഒരു വല്യപ്പൻ്റെ വല്യമ്മയുടെ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്താണോ കുറേ അന്ധവിശ്വാസങ്ങളെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തല്ലയോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയ ഒരു ടൈമല്ല. കമന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ ഇത് കിട്ടും. കുഞ്ഞിൻ്റെ ഫേസിൻ്റെ ഒക്കെ നല്ല ഫോട്ടോസ് എടുക്കും കമന്ന് വീണ് കഴിഞ്ഞാൽ. പക്ഷേ കമന്ന് വീഴാത്തൊരു കുട്ടിയാണ്, 4 months ഒക്കെ കഴിഞ്ഞാൽ കൈയും കാലോട്ട് കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് അടങ്ങി കിടക്കുന്ന ഒരു നിമിഷം പോലും കാണത്തില്ല. അപ്പോൾ ഇച്ചിരി പാടാണ് ആ ടൈമിൽ ഫോട്ടോസ് എടുക്കാൻ. അതുപോലെ തന്നെ വേറൊരു ഫോട്ടോഷൂട്ടിന് പോകുമ്പം കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിലെ എല്ലാ ആൾക്കാരും, വല്യപ്പനും വല്യമ്മയും അയലക്കത്തുള്ള ആൾക്കാരും ചിലപ്പോൾ വന്ന് കൊച്ചിൻ്റെ ചുറ്റിനും നിന്ന് വിളിയായിരിക്കും, ഇങ്ങോട്ട് നോക്കുമോനെ, അങ്ങോട്ട് നോക്കുമോനെ. ഇത് കുഞ്ഞിനെ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം അത് കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളാണെങ്കിലും റൂമിൽ അധികം ആൾക്കാരില്ലാതെ ഫോട്ടോ എടുക്കുക. ജസ്റ്റ് അപ്പനും അമ്മയും മാത്രം ഉള്ളെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പോൾ ജസ്റ്റ് അമ്മ മാത്രം വിളിക്കുക ക്യാമറയുടെ ഡയറക്ഷനിൽ. ചില ആൾക്കാർക്ക് ക്യാമറയുടെ ഡയറക്ഷൻ പോലും നോക്കത്തില്ല. ചിലപ്പോൾ ക്യാമറയുടെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമിനകത്ത് കയറി നിന്ന് കുഞ്ഞിനെ വിളിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ പേരൻസ് ആണെങ്കിലും ഇത് തന്നെ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മാക്സിമം ക്ലീനായിട്ട് സൂക്ഷിക്കുക. ഇപ്പോൾ പേരൻസിനെ ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ വല്യപ്പനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കുക. പക്ഷേ കുട്ടിയുടെ മാത്രം എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാക്സിമം ക്ലിയർ ആയിട്ട് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 7 months 8 months മുതൽ ഇരിക്കാൻ പറ്റുന്ന കുഞ്ഞാണ്. നമ്മുടെ കുട്ടിക്ക് ഇരിക്കാം ഈ സമയത്ത്. ഇപ്പം 11 മാസമായി, ഇരിക്കാൻ ചെറുതായിട്ട് പിടിച്ചു നടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കൂടുതലും ക്യാൻഡിഡായിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു 12 months, ഒരു വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോപ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു വുഡൻ ബെഞ്ചുണ്ട്, അതുപോലെ ഒരു വുഡൻ ലാഡറുണ്ട്. ഇതിലൊക്കെ കുഞ്ഞിനിരിക്കാൻ സപ്പോർട്ടില്ലാതെ ഇരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് എടുക്കുക. അങ്ങനെയുള്ള പ്രോപ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ സമയത്തുള്ള ഒരു പ്രിക്കോഷൻസ് അല്ലെങ്കിൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും ചെറിയ കുഞ്ഞിനാണ് കൂടുതൽ സേഫ്റ്റി നോക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ വളർന്നു കഴിയുമ്പോൾ അത്രയ്ക്കും ഇഷ്യൂസ് നമുക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഒരു 5-6 months ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്ഡോർ കൊണ്ടുപോയി, കുഞ്ഞ് ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്ഡോർ കൊണ്ടുപോയി നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും, പേരൻസിൻ്റെ ഹെൽപ്പോട് കൂടി. അതുപോലെ നിങ്ങൾ ബേബി ഷൂട്ട്സ് സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അസിസ്റ്റൻസ് ഇല്ലെങ്കിൽ മാക്സിമം പേരൻസിനെ കൊണ്ട് തന്നെ കുട്ടിയെ ഹാൻഡിൽ ചെയ്യിപ്പിക്കുക. നിങ്ങൾ പേരൻസിന് പോസ് പറഞ്ഞു കൊടുക്കുക, പോസ് ഉണ്ടെങ്കിൽ. പക്ഷേ ഒരു 8 months ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ അധികം പോസ് നോക്കാറില്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മുതലായ കാര്യങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാൽ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് അവൻ എങ്ങനെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾ എങ്ങനെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മൾ ക്യാൻഡിഡേറ്റ്സ് എടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അവലംബിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ സ്റ്റൈലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ 0 to 3 months വരുന്ന കുട്ടികളുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ റാപ്പ് ചെയ്തെടുക്കുന്ന ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. റാപ്പ് ചെയ്തെടുക്കുന്ന ഫോട്ടോസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ക്രോസായിട്ട് വെച്ചിട്ട്, വക്കാണ്ടല്ല കേട്ടോ, കൈയൊക്കെ ഇങ്ങനെ ക്രോസായിട്ട് വെച്ചിട്ട് കാലും അതുപോലെ ടൈറ്റായിട്ട് റാപ്പ് ചെയ്യുന്ന ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഫോട്ടോസ് നല്ല ഫോട്ടോസാണ്, കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ പേരൻസ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഫോട്ടോസ് നിങ്ങൾ കുഞ്ഞ് ജനിച്ച് 14 ദിവസത്തിനുള്ളിൽ എടുത്തിരിക്കണം. 14 ദിവസം കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ബോൺസൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആവും, ഫ്ലെക്സിബിലിറ്റി കുറയും. 14 ദിവസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ എങ്ങനെ വേണമെങ്കിലും വളച്ചാലും പ്രശ്നമില്ല 14 ദിവസത്തിനുള്ളിൽ. ഞാൻ പറയുന്നതല്ല, ഞാൻ ഒത്തിരി റിസർച്ച് നടത്തിയിട്ട് പറയുന്ന കാര്യമാണ്. അതുപോലെ ബാംഗ്ലൂരൊക്കെയുള്ള മെയിൻ ഫോട്ടോഗ്രാഫേഴ്സ്, വലിയ 25,000 50,000 മേടിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ഫോട്ടോസ് 14 ദിവസത്തിനുള്ളിൽ മാത്രമേ എടുക്കാറുള്ളൂ. 14 ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫോട്ടോസ് എടുക്കാറില്ല, ടൈറ്റ് റാപ്പുള്ള ഫോട്ടോസ്. പക്ഷേ നിങ്ങൾക്ക് റാപ്പ് ഫോട്ടോസ് എടുക്കാം, ടൈറ്റ് റാപ്പ് ചെയ്യാതെ ലൂസ് റാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ കാലൊക്കെ അത്രയും വളച്ചൊടിച്ച് ചെയ്യാതിരിക്കുക, ഒടിയാനുള്ള സാധ്യതകളുണ്ട്. കാലല്ല, ബാക്ക് ബോണിനൊക്കെ പ്രശ്നം വരും. അപ്പോൾ 14 ദിവസത്തിനുള്ളിൽ മാത്രം ഇങ്ങനെയുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പോസുകൾ നമുക്ക് വേണമെങ്കിൽ എൻ്റെ കുഞ്ഞിന് 2 മാസം കഴിഞ്ഞാൽ അവനെ നമുക്ക് ഫീൽഡിലേക്ക് ഇറക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഗിഫ്റ്റ് വോച്ചർ, സെപ്റ്റംബർ ഗിഫ്റ്റ് വോച്ചർ ഗിവവേയുടെ കാര്യം ഇതുവരെ ഞാൻ പറഞ്ഞില്ല. ഈ വീഡിയോയിൽ ഞാൻ എന്തായാലും അനൗൺസ് ചെയ്യുകയാണ്. നമ്മുടെ വിന്നർ ഇർഷാദ് ചാലിലാണ്. അപ്പോൾ ഇർഷാദ്, കൺഗ്രാജുലേഷൻസ്. കൈയടിക്കുന്ന കാണാമോയെന്ന് എനിക്കറിയില്ല, കൈയടിക്കുന്നൊന്നും കാണത്തില്ല. ഓക്കെ, ഞാൻ കൈയടിച്ചിട്ടുണ്ട്. ഇർഷാദ് ചാലിലാണ് നമ്മുടെ വിന്നർ. അപ്പോൾ ഇർഷാദ് ജസ്റ്റ് ഒന്ന് ഇർഷാദിൻ്റെ ഇമെയിൽ അഡ്രസ്സ് എൻ്റെ ജിമെയിൽ ഒന്ന് അയച്ചു തരിക. അപ്പോൾ ഞാൻ നമ്മുടെ ഈ സെപ്റ്റംബറിലെ ഗിഫ്റ്റ് വോച്ചർ നിങ്ങൾക്ക് അയച്ചു തരാം. തുടർന്നും എല്ലാ ആൾക്കാരും കമൻറ്റ് സെക്ഷനിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ വന്നാൽ നമുക്ക്
ഈ കമൻസ് ഏറ്റവും നല്ല കമൻസ് അല്ലെങ്കിൽ ഞാൻ ലവ് എന്ന് പറയുന്ന സംഭവം കൊടുക്കുന്ന കമൻസിലാണ് നമ്മൾ കൂടുതൽ പരിഗണിക്കുന്നത്. ഏറ്റവും കൂടുതൽ കമൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഗിഫ്റ്റ് വോച്ചർ കൊടുക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.